അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിൻ്റെ കേരള യാത്ര വളരെ മനോഹരമായ രീതിയിൽ അവസാനിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഇപ്പോൾ ഈ യാത്ര അവസാനിച്ചപ്പോൾ ഉസ്താദിനെ ഒരു കാലത്ത് വിമർശിച്ച ആളുകൾ പോലും ഉസ്താദിൻ്റെ യാത്രയെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് അതിശയം തോന്നുകയാണ്. ഇതുമായി നമുക്കറിയാം അബ്ദുറഹ്മാൻ കല്ലായി. അദ്ദേഹം ഒരു കാലത്ത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെ കുറ്റം പറഞ്ഞ് സദസ്യരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഉസ്താദിൻ്റെ യാത്ര സമാപിച്ചപ്പോൾ അദ്ദേഹം പോലും ഉസ്താദിനെ ബഹുമാനിച്ച് പറയുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി. അൽഹംദുലില്ലാ. പക്ഷേ അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതും തിരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വന്നത്. അതുകൊണ്ട് കല്ലായിയുടെ പ്രസംഗം നിങ്ങൾക്ക് ഞാൻ ആദ്യം കേൾപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു. അവസാനം 89 എപ്പോഴാണ് നമ്മൾ അബ്ദുറഹ്മാൻ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89-ൽ നമ്മൾ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ട. അതേ സമസ്തയുടെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് തന്നെയാണ്. അതിന് പറ്റിയ സീനിയോറിറ്റിയുള്ള ആൾ തന്നെയാണ് കാന്തപുരം. അല്ലാഹു അക്ബർ. പക്ഷേ ബഹുമാനപ്പെട്ട കല്ലായിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിത് വൈകിയാണ് ഇത് തിരിച്ചറിവ് ലഭിച്ചത്. അൽഹംദുലില്ലാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറഞ്ഞു. അത് നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാകാം. എന്ത്? ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് സമസ്തയിൽ നിന്ന് എ.പി. ഉസ്താദിനെ പുറത്താക്കിയെന്നോ? ആര് പുറത്താക്കി? ഉസ്താദിനെ പുറത്താക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ഉസ്താദിനെ പുറത്താക്കേണ്ട ആളുമല്ല. പക്ഷേ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഉണ്ടല്ലോ, ഇറങ്ങിപ്പോന്നതാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച ആ സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്ന് ചില ആളുകൾ അതിനെ പിറകോട്ട് കൊണ്ടുപോയപ്പോൾ യഥാർത്ഥ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച സമസ്ത അതേ യഥാർത്ഥ ലക്ഷ്യത്തിൽ അത് മുന്നോട്ട് പോകണമെന്ന ലക്ഷ്യത്തോടു കൂടി ഉസ്താദ് ഇറങ്ങിപ്പോന്നതാണ്. എന്നിട്ട് ഉസ്താദ് ആ പഴയ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച സമസ്തയ്ക്ക് തിരികൊളുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് കല്ലായിയോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, അത് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഇന്നും നമുക്ക് ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. അന്ന് മഞ്ചേരിയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആരാണോ ഞങ്ങളെ പുറത്താക്കിയത്, ഞങ്ങൾ ആരും പുറത്താക്കിയിട്ടില്ല എന്ന് പറയുന്ന ആ പ്രസംഗം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബിന് വേണ്ടി ഞാൻ ആ പ്രസംഗം സമർപ്പിക്കുന്നു. കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ് ആ പ്രസംഗം ഒന്ന് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പറയട്ടെ. മഹാരഥന്മാരാണ് ബാഫക്കത്തങ്ങളും പോയത്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു. അവസാനം 89 എപ്പോഴാണ് നമ്മൾ അബ്ദുറഹ്മാൻ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89-ൽ നമ്മൾ 5-6 ആളുകളെ പുറത്താക്കി. ആര് പുറത്താക്കിയിടാൻ നമ്മൾ ഇറങ്ങി പോന്നാടാ. സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാടാ. പോകാൻ വലിയ ആളായിട്ട് പിന്നെ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളാപ്പ പറഞ്ഞത് കേട്ടില്ലേ അബ്ദുറഹ്മാൻ സാഹിബേ? ഇന്നും ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. ഇന്നും ആ പ്രസംഗം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടിയായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് നടത്തിയ ജാഥ, 2 ജാഥ നടത്തി. ഒന്ന് നമുക്കറിയാം, ആളെ പറയേണ്ട ആവശ്യമില്ല. ഒരു ജാഥ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തി, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് നടത്തി. ആ ജാഥയിൽ വെച്ച് അസൂയ തോന്നുന്ന ജാഥയാണ്. അസൂയ എന്ന് പറഞ്ഞ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ സാഹിബ് കല്ലായി പറഞ്ഞത് ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അസൂയ തോന്നുന്നു. എന്താണ് ജനം തിരുവനന്തപുരത്തേക്ക് എന്തുമാതിരി ജനങ്ങളായിരുന്നു എന്ന് വരെ ബഹുമാനപ്പെട്ട കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പം ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നുമല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം.
അസൂയ തോന്നും കണ്ടാൽ. അതെ, എ പി ഉസ്താദിൻ്റെ യാത്ര ഒന്നൊന്നര യാത്ര തന്നെയാണെന്ന് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് സത്യമാണ്. ഇനി നിങ്ങൾക്ക് രസകരമായ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് കേൾക്കാം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പിളർപ്പിൻ്റെ ആദ്യഘട്ടം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ സമ്മേളനം മുടക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അടുക്കൽ ചെല്ലുകയും അങ്ങനെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ വിളിച്ച് അത് പോവരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അബ്ദുറഹ്മാൻ സാഹിബ് അവതരിപ്പിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് തന്നെ അത് പറയട്ടെ. ഒരു പാർട്ടിയുടെ നേതാവിനെ വിളിക്കാൻ പറഞ്ഞു. ആ നേതാവ് മുശാവറയൊന്നുമില്ല. ശൈഖുന ശംസുൽ ഉലമ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നോക്കി നിൽക്കുന്നത്? സമസ്ത ഒരു ഇടങ്ങേറിൽ പ്രതിസന്ധിയിൽ വരുമ്പോൾ നിങ്ങളുടെ വാപ്പമാരൊക്കെയാണ് ഇതിനെ സംരക്ഷിക്കാൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം. ഇതൊരു മുസീബത്താണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഉടനെ പത്രക്കാരെ വിളിച്ച് പറയാണ്, മുസ്ലിം ലീഗുകാരുടെ അഭ്യർത്ഥന, ആ സമ്മേളനം ബഹിഷ്കരിക്കണം. തെക്കൻ ജില്ലകളിലെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, തങ്ങളെന്തിനാ ഇത്ര ചെറുതായത്? ഒരു സമ്മേളനം ബഹിഷ്കരിക്കാൻ മാത്രം ഈ മനുഷ്യൻ പറയണോ? ഇതൊരു അന്തർദേശീയ പ്രാധാന്യമുള്ള മനുഷ്യരല്ലേ, ഇത്ര ചെറുതാവണം? മൂപ്പർ ചെറുതാവാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടി? സമസ്ത എന്നേക്കാൾ വലുതാണ്, ഞാനല്ല വലുത്, സമസ്തയാണ് വലുത്. അതാണ് ആ സന്ദേശം. ഞാനല്ല വലുത്, സമസ്തയാണ്. അങ്ങനെ പാണക്കാട് തങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാം വാഹനം ബുക്ക് ചെയ്ത ആളൊക്കെ ക്യാൻസൽ ചെയ്തു, സമ്മേളനത്തിന് പോയില്ല. കേരള ശബ്ദത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ട്. ആ സമ്മേളനം പരാജയപ്പെടുത്തത് പാണക്കാട് തങ്ങൾ ലീഗുകാരുമാണ്. അതുകൊണ്ടാണ് എനിക്ക് തീരാത്ത പകയുള്ളത് ലീഗിനോട്. അപ്പോൾ കാന്തപുരം നമ്മൾ എതിർത്താൽ വലിയ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നമ്മൾ അങ്ങോട്ട് അവരെ ഇടങ്ങേറാക്കില്ലേ അല്ലേ? അതാണ് നമ്മൾ അങ്ങോട്ട് ഇടങ്ങേറാക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചത്. വെറുതെ വെക്കിട്ട് കാര്യതല്ല. കേട്ടില്ലേ നിങ്ങൾ? ഇതാണ് അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ജാഥ മുതലായി എന്ന് മാത്രമല്ല, കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? എ പി ഉസ്താദിനെ ലീഗുകാർ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഒരു കാലത്ത് ലീഗിനെ വിമർശിച്ചതിൽ തെറ്റൊന്നുമില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ് പോലും എത്തി. അല്ലാഹു അക്ബർ! ഇത് ഉസ്താദിന്റെ വിജയമാണ്. ഉസ്താദ് സത്യത്തിന്റെ കൂടെയാണ്. സത്യത്തിന്റെ കൂടെ ആര് നിൽക്കുന്നു? അവരെ കൂടെ അള്ളാഹു നിൽക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. കല്ലായി അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ പോലും ഉസ്താദിന്റെ ജാഥയെയും ഉസ്താദിനെയും പ്രശംസിക്കേണ്ടി വന്നത് എന്നതിൽ സന്തോഷമുണ്ട്. അള്ളാഹു ഈ മഹാനായ പണ്ഡിതന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.